വി ലവ് യു അപ്പ പപ്പ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പുറത്തെ സൈഡിൽ വെക്കുന്നത് എന്റെ ചേട്ടന്റെ ആഹാ എല്ലാവരും ഉണ്ടല്ലോ. அது அது உன் பாதுகை മൈക്കൂരിയുടെ അപ്പൊ നമ്മള് ഫാമിലിയെ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ടോവിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരിങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ഡിഡി ഇതുപോലെ സർപ്രൈസുകൾ അല്ലാതെ കൊടുക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ? അങ്ങനെയൊക്കെ മൈക്ക് അല്ലാതെ വേറെ സർപ്രൈസ് അങ്ങനെയൊന്നും ഓർഗനൈസ് ചെയ്യാറില്ല. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ ചിലപ്പോ പ്ലാൻ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഐ മിസ് യു എന്ന് എത്ര പ്രാവശ്യം പറയാറുണ്ട്? അത് അങ്ങനെ പറഞ്ഞു നിർത്തിയോ? ഞാൻ പറയാറില്ല, എനിക്ക് ഏകദേശം അറിയാം, സിറ്റുവേഷൻസ് അറിയാം. അപ്പൊ പിന്നെ അങ്ങനെ പറയേണ്ടി വരാറില്ല. പക്ഷെ എവിടെയായിരിക്കും, എന്താണ് പരിപാടി എന്താന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ കുറെ വിളിക്കാറുമില്ല. ഉറക്കവും പിന്നെ ഷൂട്ടും ഒക്കെ ആണെന്ന് അറിയുന്നോണ്ട്, പിന്നെ പിള്ളേരാണ് അപ്പനെ വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മാക്സിമം വിളിക്കും. പക്ഷെ കൂടുതൽ ഞാൻ ചാറ്റ് ചെയ്യലാണ്. പിന്നെ ടോ ഇങ്ങടാൻ വിളിക്കുമ്പോ നമ്മൾ സംസാരിക്കും. ഞാനായിട്ട് അങ്ങനെ വിളിക്കല് വളരെ കുറവ്. ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുന്നല്ലാതെ അങ്ങനെയാണ്. എത്ര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അതെന്റെ ട്രെയിനിങ് ആണ്. ടോബിയുടെ അന്നത്തെ ഡ്രീംസും സംഭവങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കും. അപ്പൊ ആ ഒരു ഫേസിൽ നിന്ന ആൾക്ക് ഇപ്പൊ 10 വർഷത്തെ സിനിമ സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ നോക്കി കാണുമ്പോ എങ്ങനെയാ ടോയ്ക്കൊരു മാറ്റമില്ല, പണ്ടത്തെ പോലെയൊക്കെ തന്നെയാണ്. കുറച്ചുകൂടി ദേഷ്യം കുറഞ്ഞ പോലെ എനിക്ക് തോന്നാറ്. പണ്ടത്തെക്കാളും ഭയങ്കര ബെറ്റർ ആണ്. വയസ്സ് കൂടുന്തോറും മാറ്റം വന്ന പോലെ. അപ്പൊ പണ്ട് കലിപ്പന കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളത് അതിനകത്തൊരു അതെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് അങ്ങനെ ഇത്തിരി ഷോർട്ട് ടെമ്പേർഡ് നേച്ചർ ഉണ്ടായിരുന്നു. എന്റെ അപ്പൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു ചിലപ്പോൾ ഒരു പക്ഷെ അതിൽ നിന്ന്. പക്ഷെ അപ്പൻ കാര്യമുള്ള കാര്യങ്ങൾക്ക് അപ്പന്റെ ടെമ്പർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് അത് ഒരു പറഞ്ഞ തെറ്റായി പോയി എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മള് സോറി പറയും. ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യ എന്നുള്ള ആ ഒരു സ്പേസിൽ വന്നപ്പോ ലിഡിയക്ക് എങ്ങനെയാ ചുറ്റുപാടുന്നുള്ള ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒക്കെ തരത്തില് ലിഡിയനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ലൈഫിൽ വരരുതെന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ ഒന്നും പേഴ്സണാലിറ്റി വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ ഇവരുടെ ഞാനിപ്പോ എവിടെയെങ്കിലും ഒക്കെ ഭയങ്കര ഒരു തിരക്കുള്ള ഒരു സ്ഥലത്തേക്കാണ് ഷോപ്പിങ്ങിന് പോകണം. ഇവൾക്ക് എന്റെ വൈഫിന് ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അവള് ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്നെ ആയിരിക്കും.